നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. LDC LGS പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരുടെ ആവേശമൊക്കെ പോയി എന്നറിയുന്നുണ്ടല്ലോ. പലരും മെസ്സേജ് ഇടുന്നുണ്ട്, സാറേ ആ ഇറങ്ങിയ സമയത്തുള്ള ഒരു ആവേശം ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഏതൊക്കെയോ പഠിച്ചു പോകുന്നു. ഒരിക്കലും അത് സംഭവിക്കരുത്. ഓരോരുത്തരോട് പറയുകയാണ്, അത്രമാത്രം വാശിയോടുകൂടി പഠിക്കുന്ന കുറേയധികം പേരുണ്ട്. നിങ്ങൾ കാണാത്തതാണ്. നിങ്ങളെ കൺമുമ്പിൽ കാണുന്നവരോ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ ആയിരിക്കും ചിലപ്പം കുറേശ്ശെ മങ്ങി നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അബദ്ധം പറ്റിയവരും ഇനി വരുന്ന പരീക്ഷ എത്രയും നേരത്തെ നേടണമെന്നും എൻ്റെ കുടുംബത്തെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നും എനിക്കൊരു ജോലിയാണ് ഈ പ്രാവശ്യം ആവശ്യം എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും മങ്ങിയിട്ടില്ല. അപ്പം നിങ്ങളിൽ ഒന്ന് ചോദിച്ചു നോക്കുക. ഈ 2024 മാറ്റത്തിന്റെ കാലഘട്ടമാണ്. പരീക്ഷ വിളിച്ച സമയത്തുള്ള ഒരു മാറ്റം മാത്രമല്ല വേണ്ടത്, ഓരോ ദിവസവും വാശിയോടുകൂടിയുള്ള പഠനമാണ്. വാശി ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം കിട്ടും. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കട്ട് ഓഫ് മാർക്കുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ 70 പറഞ്ഞു കഴിഞ്ഞാൽ 75 മേളിലാണ് പല കട്ട് ഓഫുകളും കാണുന്നത്. അതുകൊണ്ട് ഒരു കട്ട് ഓഫിനേക്കായി ഓരോരുത്തരും, അത് സാധാരണക്കാരാണ് ഈ പരീക്ഷ നേടിയിരിക്കുന്നതെന്ന് അറിയണം. 70 പറഞ്ഞെടുത്ത് 75 മേളിൽ അത്രമാത്രം ആൾക്കാർ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഓരോ ലിസ്റ്റിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഓരോരുത്തരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, നല്ല പഠനം നടത്തുന്നവരുണ്ട്. ആവേശം കുറഞ്ഞ ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ വരുന്ന പരീക്ഷ എന്ന് വിളിച്ചോ അന്ന് മുതൽ അതേ ആവേശത്തിൽ പരീക്ഷയുടെ തലേ ദിവസം വരെ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ അവസാനം കൊണ്ടുവന്ന് കുട ഉടയ്ക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു ദിവസവും മാറ്റിവെക്കരുത്. ഓരോ ദിവസവും വാശിയോടുകൂടി പഠിക്കണം. അത് സിലബസ് കേന്ദ്രീകരിച്ചതായി. ഇപ്പൊ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുറേ അധികം കുട്ടികൾക്ക് 90 മേളിൽ കിട്ടി, 80 മേളിൽ കിട്ടി, 75 മേളിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മെസ്സേജ് ഇടുന്നത് എന്തുകൊണ്ടാണ്? അന്ന് മുതൽ ഇന്ന് വരെയും അവർ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, അവസാന നിമിഷം കൊണ്ടുവന്ന് കുറേ പേര് പഠിക്കാൻ നിൽക്കും. അവസാനം ആവട്ടെ, പരീക്ഷയുടെ കൃത്യം ഡേറ്റ് വരട്ടെ, എന്നിട്ട് ഞാൻ 2 മാസം കിടന്ന് പഠിക്കാം. അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ടൈം തന്നിരിക്കുകയാണ്. ഡേറ്റോടുകൂടി ഇന്ന മാസം പരീക്ഷ വരും. പോലീസ് അല്ലെങ്കിൽ LDC അല്ലെങ്കിൽ LGS അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ വരുമെന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടുള്ള പഠിത്തത്തിനേക്കാൾ ആവേശം വേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും വാശിയോടുകൂടി പഠിക്കുന്നതാണ്. ഇന്ന് എത്രമാത്രം പഠിച്ചോ അതിനപ്പുറം നാളെ പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് 200 ചോദ്യം പഠിച്ചാൽ നാളെ 500 എണ്ണം തീർക്കണം എന്ന രീതി പഠിക്കുക. സിലബസ് കറക്റ്റ് ഒരു ഓർഡറിൽ എന്തൊക്കെ തീർത്തു എന്ന് എഴുതി തയ്യാറാക്കണം. ഹെഡിങ് എഴുതിയിട്ട് ശനി ഞായറും അത് റിവിഷൻ കൊണ്ടുവരണം. നമുക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നല്ലൊരു വീട് വെക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങളുടെ ചിലവർക്ക് ഇപ്പം എൻ്റെ അച്ഛൻ ഇഷ്ടം പോലെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് വീടുണ്ട്, അങ്ങനെയാണോ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്വത്തുണ്ട്. നിങ്ങൾ അതിൽ നിന്നും മാറണം. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ആവേശം എൻ്റെ അച്ഛനെയും അമ്മയും മുമ്പിൽ സമർപ്പിക്കാൻ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം കുഴപ്പമൊന്നുമില്ലായിരിക്കും, ആഹാരമുണ്ട്. ചിലപ്പം ഒരു വീട്ടിൽ പൊതുവെ 1 2 മക്കളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്, ബുക്ക് മേടിച്ച് തരുന്നുണ്ട്, നീ പഠിയടാ എന്ന് പറയുന്നത്. എത്ര നാൾ പഠിക്കും നമ്മൾ? അപ്പോൾ നിങ്ങൾ ആ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നത് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഈ വരുന്ന പരീക്ഷയിൽ അധ്വാനിച്ച് നേടി എന്നുള്ള ആ ഒരു ലേബൽ നിങ്ങൾക്കുണ്ടാകണം. നമുക്കിപ്പോൾ ഒരു ആവേശമില്ലാത്തത് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. ബുക്കിന് ബുക്ക്, ആഹാരത്തിന് ആഹാരം, എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക്. ഓരോ വർഷം കഴിയുന്നവരടുത്ത് ചോദിച്ചു നോക്കിയാൽ എത്ര നാളായി, ഇത്രയും നാൾ കൊണ്ട് പഠിക്കുകയാണോ എന്നുള്ള വാക്കുകൾ കേട്ട് ചിലവരങ്ങ് തഴമ്പിച്ച്. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഫീൽഡ് വിട്ടുവരെ പോകും. കാരണം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, കിട്ടും, നല്ലൊരു ജോലി കിട്ടും. നമ്മളെപ്പോലെ, ഞങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ജോലി കിട്ടിയില്ലേ? ഈ ജോലിയിൽ കയറിയവരെല്ലാം സാധാരണക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങ് ഫുൾ ടൈം ഉറക്കവും ഊണും കഴിഞ്ഞൊന്നും അല്ല അവർ പഠിച്ചത്. പക്ഷേ നല്ല രീതി ഇരുന്നു മനസ്സതിലേക്ക് അയച്ചു. ബുക്കെന്ന ലോകത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമയം പഠിത്തം. ഈ വരുന്ന LD ക്ലർക്ക്, LGS അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ അല്ലെങ്കിൽ പോലീസ് പരീക്ഷ എനിക്ക് നേടണം എന്ന വാശിയോടുകൂടി പഠിച്ചവരെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പോരായ്മകൾ ഉണ്ടാകും. പോരായ്മകൾ മാറ്റിയിടുക. എന്താണോ നിങ്ങളുടെ പോരായ്മ, സയൻസിലാണെങ്കിൽ, മാത്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അത് കുറേശ്ശെ മാറ്റിയെടുക്കുക. ഇന്ന് കുറച്ച് പഠിച്ച് നാളെ ഇച്ചിരി കൂടുതൽ പഠിച്ചു, അങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് എല്ലാ ദിവസവും കണ്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചുമൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുമെന്നേ. അല്ലാതെ ഇത് വല്ലപ്പോഴും എടുക്കുകയും എന്നെ കൊണ്ട് നടക്കുന്നില്ല, കണക്ക് എനിക്ക് ഒട്ടും ചെയ്താൽ കിട്ടില്ല, കണക്ക് എനിക്ക് പണ്ടേ വീക്കാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അങ്ങനെ നടക്കത്തതേ ഉള്ളൂ. ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് കുറേശ്ശെ പഠിച്ച് ഓരോ ദിവസവും വാശിയോടുകൂടി പഠിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടും. പിന്നെ റിവിഷൻ കൊണ്ടുവരണേ. ഓരോരുത്തരോടും കൂടെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നല്ലൊരു ജോലി ആവശ്യമാണ്. പിന്നെ ഓരോരുത്തരൊക്കെ ടാഗും ഒക്കെ ഇട്ട് ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളെ
കൂട്ടുകാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, അവരൊക്കെ പോകുന്നതും അവരുടെ സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ നല്ലൊരു വീട് വെക്കുന്ന കണ്ടിട്ടില്ലേ? നല്ലൊരു ബന്ധം കിട്ടുന്ന കണ്ടില്ലേ? ഇതെല്ലാം വേണ്ടേ? അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് ആദ്യത്തെ ശമ്പളം കൊടുക്കുന്ന ഒരു രംഗം നിങ്ങൾ ഓർത്തു നോക്കെ. അച്ഛ, എൻ്റെ ആദ്യത്തെ ശമ്പളം. അച്ഛൻ അത്രയും നാൾ അവരെ അച്ഛനും അമ്മയും പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് 10ാം ക്ലാസ്സും +2 പഠിയടാ എന്ന് പറഞ്ഞു നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? എന്താ ബുദ്ധിമുട്ട്? എല്ലാ ആവശ്യത്തിനും അവർ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹമാണ് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകൾ എന്തായാലും അവിടെ സൂക്ഷിച്ച് വീട്ടിൽ വെക്കാനുള്ളതാണോ? നിങ്ങൾ ഈ പഠിച്ച് നേടിയിട്ട് നിങ്ങൾ ഇറങ്ങിയത് എന്തിനാ? നല്ലൊരു ഗവൺമെന്റ് ജോലി നേടാൻ. ഈ ഗവൺമെന്റ് ജോലി നേടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെ പോലുള്ളവർ ബുദ്ധിമുട്ടി പഠിച്ച് തന്നെയാണ് ജോലി കയറി. എല്ലാം ബുക്കിനെ ആശ്രയിച്ച് നമ്മൾ പൊതുവെ പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിക്കുക. കറണ്ട് അഫേഴ്സ് പഠിക്കുക, സ്കൂൾ ടെസ്റ്റ് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക, നല്ല മനസ്സിന് ആത്മവിശ്വാസത്തോടെ മുന്നേറുക. നമ്മുടെ പിന്നിലേക്ക് കുറേ നെഗറ്റീവ് ശക്തികളും നമ്മളെ പിന്തിരിപ്പിക്കാനും വീട്ടിലെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ അസുഖങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഈ ഒരു ആവേശം ഒരിക്കലും താന്നു പോയോ നിങ്ങൾ ഔട്ടായെന്നാണ്. നിന്നേക്കാൾ ആവേശത്തോടു കൂടി ഓരോരുത്തരും പഠിക്കുന്നവരുണ്ട്. കാരണം കഷ്ടപ്പാട് അറിഞ്ഞവർ കുറേ അധികം പേരുണ്ട്. ഈ പരീക്ഷ ഞാൻ നേടിയേ പറ്റൂ, അങ്ങനെ പഠിക്കുന്ന കുറേ അധികം പേരെ എനിക്ക് തന്നെ അറിയാം. അതുപോലെ കേരളത്തിൽ പല ഏരിയകളിലും പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും പറയാം, ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, കുറേ നോട്ടൊക്കെ എഴുതി എടുക്കുന്നുണ്ട്, രാത്രി വന്നാൽ കുഴപ്പമില്ല, ആ സെൻട്രലിൽ ഇടുന്ന ടെസ്റ്റ് പേപ്പറിന് കുറച്ച് മാർക്കൊക്കെ ഉണ്ട് എന്നതിലല്ല. നിങ്ങൾക്ക് എത്രമാത്രം സെൻറ്ററിൻ്റെ പോട്ടെ അല്ലെങ്കിൽ ഒരു ആപ്പിൻ്റെ പോട്ടെ ഒരു അധ്യാപകനെ മാറ്റം, നിങ്ങൾ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് ഓരോ ദിവസവും കണക്കാക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രമാത്രം കവർ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോർഷനേക്കാൾ അധികം ഞാൻ കൂടെ പഠിക്കുന്നുണ്ട്. ഒരു ബുക്കിനെ മാത്രം ആശ്രയിക്കാതെ പല ബുക്കുകൾ ആശ്രയിച്ചോ, എൻട്രി ആപ്പിലെ സാർമാർ തരുന്ന നോട്ടുകളായാലും അതുപോലെ നല്ലൊരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നവരായാലും സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യുന്നതായാലും ഒരെണ്ണത്തെ ആശ്രയിച്ച് നിൽക്കരുത്. ആശ്രയിക്കാതെ അധികം എന്തൊക്കെ കിട്ടുന്നോ അത് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടിയവർ മാത്രമല്ല കുടുംബജീവിതം നയിക്കുന്നത്, പ്രൈവറ്റ് ജോലിക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തിനാ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിഞ്ഞതിനാ നല്ലൊരു ഗവൺമെന്റ് ജോലി. അപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ജോലി നേടുക. അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ പോകുന്നവരെയോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരെയോ ഞാൻ കുറ്റം പറയില്ല. അവരാഗ്രഹിച്ചത് ആ മേഖല, നിങ്ങൾ ആഗ്രഹിച്ചത് ഈ മേഖല. അപ്പൊ കുറച്ച് നാള് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് നേടിയെടുക്കാം. ഈ ഓരോ പരീക്ഷകൾ കണ്ടിട്ടില്ലേ? കുറച്ച് പേര് ജോലി കിട്ടിപ്പോകുന്നു, അടുത്ത പരീക്ഷയ്ക്ക് അടുത്ത കുറച്ച് പേര് ജോലി കിട്ടിപ്പോകുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മുമ്പിലത്തെ പരീക്ഷ നിങ്ങളുടെയാണ്, ഈ വരുന്ന പരീക്ഷ നിങ്ങൾ നേടിയിരിക്കണം. അപ്പൊ ആവേശം ഒട്ടും ചോരരുത്. ചോർന്ന് പോയോ നിങ്ങൾ ഔട്ടായി എന്നാണ് അർത്ഥം. എന്നിട്ട് പിന്നെ അടുത്ത പരീക്ഷ, അതിനടുത്ത പരീക്ഷ, എത്ര വർഷങ്ങൾ കടന്നു പോകുമെന്നറിയാമോ? അപ്പൊ മുമ്പിലെ പരീക്ഷ നേടി ആ വലിയൊരു സമ്മാനം നിങ്ങളെ കയ്യിലേക്ക് എത്തിക്കുക. ആ അഡ്വൈസ് ലെറ്റർ കണ്ടിട്ടില്ലേ? ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലും ഒക്കെ ഓരോരുത്തർ പോസ്റ്റർ ഇടുന്ന കണ്ടിട്ടില്ലേ? എൻ്റെ ആദ്യത്തെ അഡ്വൈസ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോസ്റ്റർ ഇടുന്നത്, അല്ലെങ്കിൽ ആ പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കുന്ന രംഗം, ഇതൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടണ്ടേ? പിന്നെ ഓഫീസിൽ പോയി അവിടുത്തെ ആ ടാഗൊക്കെ ഇട്ട് സാറുമാരുമായിട്ട് ടൂറൊക്കെ പോകുന്ന രംഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ആ കിട്ടുന്ന സാലറി ഉപയോഗിച്ച് അമ്മയുടെ കയ്യിൽ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ സാലറി മൂലം ഇന്ന സാധനം മേടിച്ചു. ആ ഓരോ ആൺകുട്ടികൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫർണിച്ചർ ഞാൻ മേടിച്ച സാറേ, എൻ്റെ ആദ്യത്തെ സാലറിയിൽ നിന്ന് വീട്ടിൽ ഒട്ടും ഇല്ലായിരുന്നു, ഞാനത് വാങ്ങിച്ചു, അല്ലെങ്കിൽ നല്ലൊരു TV വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു അവരുടെ ആ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന വാക്കുകളില്ലേ, ഇതൊക്കെ ജോലി കിട്ടിയവർ പറഞ്ഞ വാചകങ്ങളാണ്. അത് നിങ്ങൾ കാണണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് നല്ലൊരു ജോലി കിട്ടാനാണ്. അതിന് ആവേശം ചോർന്നു പോയി കഴിഞ്ഞാൽ പോയി. അവസാന നിമിഷം കൊണ്ടുവന്ന ആവേശം വരരുത്. ഇപ്പോഴും സമയമുണ്ട്. ഇനി ഒരിക്കലും ആവേശം ചോരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ തുടങ്ങുകയല്ലേ? ആവേശമില്ലാതിരിക്കരുത്. കാരണം ആയോ അതിനപ്പുറം ആള് കയറി വരുന്നവൻ ജോലി കിട്ടിപ്പോകും. അതുകൊണ്ട് എവിടെങ്കിലും ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. ഇതല്ല, ഈ വരുന്ന കുറച്ച് നാളത്തേക്ക് എൻ്റെ ദിവസങ്ങളാണ്. എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും മറ്റ് യാത്രകളും ഒക്കെ കുറയ്ക്കുക. വേണ്ടാന്ന് പറയുന്നില്ല, കൂട്ടുസെറ്റും ഒക്കെ കുറച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ കാണും. വരുന്ന പരീക്ഷകളിൽ ഏറ്റവും നല്ല റാങ്ക് നേടട്ടെ എന്നും ഞങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് കുറേ നല്ല അധികം ക്ലാസ്സുകളും മോട്ടിവേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.